പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി, നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതികൾക്കായിട്ടേക്കും വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ആവശ്യം നടത്തി തരുന്നതിന് വേണ്ടി സ്വാമി അതിൽ പൂർണ്ണമായും തൃപ്തനാണോ, നിങ്ങൾക്കതിനുള്ള ഭാഗ്യ അനുഭവങ്ങളുണ്ടോ, നിങ്ങൾക്കത് സാധിക്കുമോ എന്നുള്ളതെല്ലാം കൃത്യമായി നോക്കി സ്വാമിയുടെ കൽപ്പനയിൽ നിന്നും സ്വാമിയുടെ രാശിപരമായ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ സ്വാമിക്കായിട്ട് പ്രത്യേകം ചെയ്യുന്ന ഗുരുതി പൂജകളായാലും നിവേദ്യ പൂജകളായാലും ഹോമപൂജകളായാലും നിങ്ങളാൽ സാധിക്കുന്ന വഴിപാടുകൾ സ്വാമിക്കായിട്ട് ഈ ഒരു കാര്യം നടക്കുന്നതിന് ചിലപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകളായിരിക്കും. അത് പറഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വഴിപാടുകൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. ഒരു സാമ്പത്തിക ചെലവ് വേറെ വരുന്നില്ല. ഞാൻ ഒരുപാട് ഭക്തരുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് ഒരു വഴിപാടിന് വേണ്ടി അവർ വഴിപാട് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും എൻ്റെ കാര്യം ഇതായിട്ടില്ല, ഞാൻ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യണമെന്ന് വീണ്ടും ചോദിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടത്തി എടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു കാലയളവ് വരും. അതിന് നമ്മൾ കാത്തിരിക്കണം, വിശ്വാസത്തോടുകൂടി കാത്തിരിക്കണം. കുറെ പൈസ നമ്മളൊരു കുറച്ച് സമയം കൊണ്ടുകൊടുത്താൽ പെട്ടെന്ന് കാര്യം നടക്കില്ല. ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം എടുക്കും എന്നുള്ളൊരു ബോധ്യം നമ്മൾ ഉണ്ടാവുകയും നമ്മൾ സ്വാമിക്ക് ആവശ്യപ്പെട്ടിട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സാൽ തോന്നിയിട്ടുള്ള എല്ലാ വഴിപാടുകളും ചെയ്തു കഴിഞ്ഞു, ഇനി ആ വഴിപാട് ചെയ്താൽ മതി. അതിന്റെ ഫലത്തിനായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. അത് എന്താഗ്രഹമാവട്ടെ. ചിലപ്പോൾ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെ മാറ്റുന്നതായിരിക്കാം. നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജയായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പൂജയാവട്ടെ, ഏത് പൂജയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വാമിക്ക് വേണ്ടി എന്ത് വഴിപാടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും ആ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ സ്വാമി അതിൽ തൃപ്തിയായി, സ്വാമിയെ നമ്മൾ തൃപ്തിപ്പെടുത്തി എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് ആ കാര്യം നടക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്ന കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ പറയും ഇന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ധരിക്കണം, ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ നമുക്കത് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ മാറ്റം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഞാൻ പറയാറുണ്ട്. പൊയ്യാറ വിഷ്ണുമായ മഠത്തിലുള്ള എല്ലാ ഭക്തരോടും പറയാറുണ്ട്. അവരുടെ വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അതിനനുസൃതമായ സമയം എടുക്കും, അതിനുള്ള ചെലവുകൾ ഉണ്ടാവും പറയാറുണ്ട്. ചിലവരത് ചെയ്യും, ചിലവർ അതിനു വേണ്ടി കാത്തിരിക്കാനായിട്ട് തയ്യാറാവില്ല. പെട്ടെന്ന് തന്നെ കാര്യം നടക്കണം, ഇന്ന് തന്നെ വിചാരിച്ച കാര്യം നാളേക്ക് നടക്കണം. അങ്ങനെ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരു സമയം കൊടുക്കുകയും വഴിപാട് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികം കുറെ മുടക്കിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരിക്കലും വഴിപാട് ചെയ്തു, സ്വാമിക്ക് നിവേദ്യം കൊടുത്തു, സ്വാമിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു, പിന്നെ നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ചെലവ് ചെയ്യേണ്ടതായിട്ടില്ല. അതിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും കാട്ടിത്തരും. എന്ത് കാര്യവും സ്വാമി അത് നടത്തിത്തരും. അതിനുള്ള ഒരു സമയം സ്വാമിയെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സ്വാമിയ അനുഗ്രഹം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതാനുഭവമാണ്. എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ.